പാറുവേ പാറു ഇവിടെ ഇല്ലേ? നീ നിന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് എവിടെ? പാറുവേ ഇവിടെ കിടന്നുറങ്ങുന്ന കുഞ്ഞാ കുഞ്ഞാ ഡേ എണീക്ക്. ഇവിടെ കിടക്കാതെ അകത്തു പോയി കിടക്ക് ചെല്ല്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കിൻഡർഗാർട്ടനിൽ കിടന്നുറങ്ങാൻ സമയമൊക്കെ കൊടുക്കണതല്ലേ. കിടന്നുറങ്ങിക്കോട്ടാ. കുറച്ച് കഴിയുമ്പോ വിളിക്കാം. അപ്പൊ എണീച്ച് വരണേ. എടി കള്ളി കള്ളി, എനിക്കറിയായിരുന്നെടി നിന്റെ അടവാണെന്ന്. ചേച്ചി അടവൊക്കെ പണ്ടേ ഫൈറ്റ് ചെയ്താ കേട്ടോ. നിന്നെ പഠിക്കാൻ വിളിച്ചപ്പോ നീ കള്ളുറക്കം ഉറങ്ങുന്ന ഒരെണ്ണം തന്നാണ്ടല്ലോ. അടിക്കല്ലേ, ഞാൻ പഠിച്ചോളാം. ഒരാളുടെ അടുത്ത് അമ്മ അവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു വിട്ട്. ഇവിടെ അവിടെ നിന്ന് ഓന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് ഒരു അനക്കമില്ല ഏട്ടാ. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കള്ളുറക്കം ഉറങ്ങുന്നു. അപ്പൊ തന്നെ പൊക്കിയില്ല ഞാൻ. പരിപാടി ഉണ്ടോ? ലച്ചു പറഞ്ഞതല്ലേ? ഞാൻ കേട്ട്. ലച്ചു പിന്നെ പയ്യെ പറഞ്ഞാലും വീടിന് ചുറ്റും കേൾക്കാമല്ലോ. ഈ ഉടായ്പൊക്കെ കാണിക്കാൻ നിനക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അറിയാന്ന് ഇപ്പൊ മനസ്സിലായോ? പാറേ 5-6 ദിവസമായിട്ട് നീ പഠിത്തത്തിൽ ഭയങ്കര ഉഴപ്പാണ്. ഇങ്ങനെ പോരണ ഞാനങ്ങ് പഠിക്കാനിരുത്തും. അറിയാലോ. പിന്നെ എന്താ സംഭവിക്കണേന്ന് അറിയാലോ. ഇരുത്തണം ഞാൻ. പഠിച്ചേ പറ്റുള്ളൂ. ലക്ഷണം കണ്ടിട്ട് ഇതിന്റെ പുറകെ പഠിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നണം. അതിലെനിക്ക് സംശയമുണ്ട്. അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ? അതില്ല. എന്ത് പറയാനെന്ന് നോക്കണേ. എന്താടേ ചേട്ടാ, ഓരോരുത്തന്മാർ ചുമ്മാ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിക്കൊള്ളുന്ന റോട്ടില് ബാക്കിയുള്ളവനെ ശല്യപ്പെടുത്താനായിട്ട്. അച്ഛനെ പോലെ സസ്പെൻസ് കാര്യം പറയടാ. ചേച്ചി, ഞാൻ ഇപ്പൊ വണ്ടി എടുത്തോണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലായിരുന്നാ. ഞാൻ നമ്മുടെ സേവാ കേന്ദ്രത്തിൽ എത്തുന്ന ഒരു 100 മീറ്റർ മുമ്പ് ഒരുത്തൻ ഷൂ എന്ന് പറഞ്ഞ് പാഞ്ഞു പറഞ്ഞൊരു ബൈക്കില് ഞാൻ ടക്കനെ വെട്ടിച്ച് ഒരു പോസ്റ്റിന്റെ താഴെ സൈഡിലാക്കി നിർത്തി. അപ്പൊ ആളിന് മനസ്സിലായി അല്ലെങ്കിൽ വന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സോറിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആ രതീഷ് ചേട്ടൻ നമ്മുടെ സേവാ കേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടായിരുന്നു. ചേട്ടാ അവനെ കണ്ണു ഓട്ടനെ തെറി വിളിച്ച് നിനക്കൊക്കെ ആടാ ലൈസൻസ് എന്നൊരു ചോദിച്ചു. നമ്മൾ പിന്നെ വിട്ട്. ചുമ്മാ നീ ലൈസൻസ് ഇല്ലാത്ത എനിക്കുള്ള ശ്രദ്ധ പോലെ അവന്മാർക്കൊന്നുമില്ല. നിനക്കെങ്ങനെ അറിയാം ലൈസൻസ് ഉണ്ടോ ഇല്ലന്ന്? അത് ആ ചേട്ടനെ കണ്ടപ്പോ ഉള്ളതുപോലെ തോന്നി. കണ്ടപ്പോ ഉള്ളവരെ തോന്നിയെന്നാ? ഭയങ്കര തോന്നലാണല്ലോ. ഞാൻ ആ രതീഷിനൊന്ന് കാണട്ടെ. അമ്മ ചതിക്കില്ല അമ്മ. ഇപ്പൊ നീ പറഞ്ഞ കഥയൊക്കെ ഉള്ളതാണോ? പോയച്ചോടുന്നു ചേട്ടാ. സിദ്ധു പറഞ്ഞ പൈസ അയച്ചു തരാൻ ചേട്ടൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ. ഏത് വണ്ടി എടുക്കാനാ പ്ലാൻ ചെയ്യണത്? നല്ല വണ്ടി ഏതെങ്കിലും നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാവുന്ന. ഇപ്പൊ വണ്ടിയുടെ പ്ലാൻ സെറ്റ് ആവുകയാണെങ്കിലേ ഞാൻ ഉടനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകും. അപ്പൊ ചേട്ടന് വണ്ടി ഓടിക്കാൻ അറിയല്ലോ. അപ്പൊ എന്നെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. വണ്ടി ഓടിക്കണൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണതല്ലേ. നമ്മളെ പഠിപ്പിച്ചാൽ അതൊന്നും ശരിയാവില്ല. ആണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേട്ടനെ കൂടെ സിദ്ധുവിന്റെ അടുത്തൊന്ന് സംസാരിക്കേ. ഇപ്പൊ വണ്ടി എടുക്കുവാണെങ്കിൽ എടുത്ത്. ഇപ്പൊ ഇവിടേക്കും വണ്ടിയുടെ ആവശ്യമുണ്ട്, പിന്നെ അവിടെയും ആവശ്യം വരുമല്ലോ. ഉണ്ട്. എത്ര രൂപയുടെ വണ്ടി എടുക്കാനാ പ്ലാൻ? സിദ്ധു പറയുന്നത് ഒരു 10 ലക്ഷമാണ്. 5 ലക്ഷം നമ്മൾ ഡൗൺ പേയ്മെന്റ് അടിച്ചിട്ട് ബാക്കി 5 ലക്ഷം CC ഇടാന്ന് പറഞ്ഞു. 10 ലക്ഷോ? അപ്പൊ നല്ല അടിപൊളി തരക്കേടില്ലാത്ത വണ്ടി എടുക്കാലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ അമ്മ ഇവള് പറയണ കേട്ടാ. എന്താ സിദ്ധുവേ ഇവിടെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് പറയണ ഒരു കാർ എടുത്താലാന്ന്. എല്ലാരും പെട്ടെന്ന് എടുക്കാൻ നോക്ക്. അല്ല, പെട്ടെന്ന് അങ്ങനെ എടുക്കല്ല. ചേട്ടനും കൂടെ ആയിട്ട് പിന്നെ നമ്മുടെ ഫാമിലിക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാന്നാ പറഞ്ഞത്. അമ്മ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനാണ്, നിങ്ങളാങ്ങളും അങ്ങനെ കൂടെ തീരുമാനിക്കും. നമ്മൾ ഈ കാര്യത്തിലേ ഈ വയസ്സായ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു തീരുമാനം പറയാൻ പാടില്ല. എന്താണ് ഇവിടെ ചർച്ച? സിദ്ധുളയൻ ഒരു കാർ എടുത്താലോ എന്ന് ഇവളുടെ അടുത്ത്. കാറാ? യെസ് ചേച്ചി, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു കാർ എടുക്കണം. അത് തന്നെ. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ. അമ്മയ്ക്ക് എന്താ ഒരു താല്പര്യം ഇല്ലല്ലോ കാറിന്റെ കാര്യത്തില്? സിദ്ധു എന്താണ് ഈ കാറിന്റെ കാര്യം പറഞ്ഞത്? അല്ലമ്മ, ഞാൻ ഈ യാത്രാ ബുദ്ധിമുട്ടിനെ പറ്റി പറയുമ്പോഴൊക്കെ സിദ്ധു പറയാറുണ്ട് കാർ എടുക്കണ കാര്യം. പിന്നെ ആർക്കെങ്കിലൊക്കെ വയ്യാണ്ടൊക്കെ വന്നു കഴിഞ്ഞാല് കാറ് യൂസ് ചെയ്യാലോ. അമ്മ എന്ത് പറയുന്നു? അമ്മ ഞാനെന്ത് പറയാനാ, നിങ്ങളല്ലേ തീരുമാനം എടുക്കണ്ട ഈ കാര്യത്തിനൊക്കെ. അമ്മ ഒരു തീരുമാനം പറ. അമ്മ തീരുമാനം എടുക്കാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. അമ്മയുടെ തീരുമാനം എന്തോ അതുപോലെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. പറ. ഞാൻ തീരുമാനം പറയാം. ഞാൻ എന്റെ തീരുമാനം മാത്രമാണ് പറയണത്. ഞാൻ പറഞ്ഞ അത് സിദ്ധുവിനോട് പറയരുത്. പറയില്ല. അമ്മ നേരത്തോടെ. ഓക്കെ, എന്നാ ഞാൻ പറയാം. അപ്പൊ നമ്മള് വണ്ടി ഇപ്പൊ എടുത്തെന്ന് വിചാരിച്ചോ. ആ വണ്ടി കൊണ്ടുവരുമ്പോ എന്തായാലും ഇവിടെ ഇടുള്ളൂ. അവിടെ എന്തായാലും ഇടില്ല, കുഴിപ്പള്ളത്ത് ഇടില്ല അല്ലേ? ഇവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് ഓടിക്കും. ഓഫ് കോഴ്സ്. അപ്പോ വണ്ടി ഇവിടെ ഇടുന്ന സ്ഥിതിക്ക് ലച്ചു എന്തായാലും ഡ്രൈവിംഗ് പഠിക്കാൻ പോവും.
ലൈസൻസ് എടുക്കും. പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും വണ്ടി ഓടിച്ച് നോക്കും. പിന്നെ നീ എടുത്ത് ഓടിക്കും. പിന്നെ നിങ്ങൾ അച്ഛനെടുത്ത് ഓടിക്കും. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത കുറേ പൊട്ടന്മാർ ഇവിടെ ഉണ്ട്. അവർ പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ വണ്ടിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് ഓടിച്ച് തട്ടലും മുട്ടലൊക്കെ ആവും. അങ്ങനെ വണ്ടി അങ്ങനെ അവിടെ മാറിക്കിടക്കും. അല്ല അത് സ്വാഭാവികമാണല്ലോ. അതാണ് സ്വാഭാവികമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുഴിപ്പള്ളത്ത് ചിലപ്പോൾ വല്ല മരണോ അല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവർക്ക് തൽക്കാലത്തേക്ക് ആ വണ്ടിയൊന്ന് വേണമെന്ന് പറയും. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടു കൊടുക്കാൻ ഇവിടെ ചിലപ്പോൾ ആരും ഉണ്ടായില്ല എന്നാൽ വരാം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് സമയത്ത് വണ്ടി കിട്ടാത്തത് കൊണ്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാലും അതൊരു കുറ്റപ്പെടുത്തലില്ലാത്ത രീതിയിൽ സിദ്ധുവിൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. വിഷമമൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയുമല്ലോ, കാര്യം പറയുമല്ലോ. പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവരായിട്ട് നല്ലൊരു അടുപ്പത്തിൽ പോവാണ് അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരും നമ്മളും തമ്മിൽ. ഈ ഒറ്റ കാറ് കാരണം രണ്ട് വീട്ടുകാരും തമ്മിലൊരു വിള്ളലുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് രണ്ട് വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നീട് ലൈഫ് ലോങ് അതൊരു ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായില്ലെന്ന് വരും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. പിന്നെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചേട്ടാ ലച്ചുവേ, സിദ്ധുവളിയൻ്റെ അടുത്ത് വിളിച്ച് പറ ഇപ്പൊ കാറ് വേണ്ട, സിദ്ധുവളിയും വരുമ്പോ മതിയെന്ന്. അത് മതിയല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ ആ കാര്യത്തിലത് തീരുമാനമായി. ഇനി വേറൊരു കാര്യത്തിനോട് ഒരു തീരുമാനമാണ്. അതെന്താ? അത് പറയാം. എന്ത് പറയാം.